ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റവീഹത്ത്. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ NTPC എക്സാമിൽ റീസെന്റ് നടന്ന NTPC എക്സാമിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നമ്മൾ 2025 നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും ഈ റീസെന്റ് നടന്ന NTPC എക്സാമില് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഓപ്പൺ 2025 പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ കോപ്പർ ഇവന്റില് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഇതൊക്കെയാണ്: ജോഷ്ന ചിന്നപ്പ, അനാഹത് സിംഗ്, റേച്ചൽ ഗ്രീൻഹാം, ദീപിക പള്ളിക്കൽ. അപ്പൊ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു 2025 മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഈ പറയുന്ന പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷന്റെ കോപ്പർ ഇവന്റിൽ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അനാഹത് സിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ 2025 മുംബൈയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു മത്സരം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 2025 കറണ്ട് അഫെയർ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇന്ത്യയുടെ അനാഹത് സിംഗ് ആയിരുന്നു ഇതില് വനിതാ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നേ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനിയുള്ള എക്സാമുകളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചു പോവാം. എങ്ങാനും അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവന്റിൽ തന്നെ, ഈ ഒരു മത്സരത്തിൽ തന്നെ അനാഹത് സിംഗിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ റണ്ണറപ്പ് ആയി വന്നിട്ടുണ്ടായിരുന്ന വനിതാ സിംഗിൾസിലെ റണ്ണറപ്പ് ആയി വന്നിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ്. ഹോങ്കോങ്ങിന്റെ ഹെലിൻ താങ് ആയിരുന്നു റണ്ണറപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ തന്നെ നമ്മളെ മെൻ സിംഗിൾസ്, ഇപ്പൊ വനിതാ സിംഗിൾസ് ആണ് ഇപ്പൊ നോക്കിയത്. മെൻ സിംഗിൾസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ആരാണ് വിജയിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ റണ്ണറപ്പ് ആയിട്ട് ആരാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. കാരണം ഇനിയുള്ള എക്സാമിന് നമുക്ക് സാധ്യതാ ചോദ്യങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മെൻ സിംഗിൾസിലെ കരീം എൽ ടോർക്കി ആയിരുന്നു, ഈജിപ്തിന്റെ കരീം എൽ ടോർക്കി ആയിരുന്നു മെൻ സിംഗിൾസ് നേടിയിട്ടുണ്ടായിരുന്നത്. മെൻ സിംഗിൾസിലെ റണ്ണറപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളത് കൂടെ അവിടെ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ അഭയ് സിംഗ് ആയിരുന്നു മെൻ സിംഗിൾസിലെ ഇതിലെ റണ്ണറപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് റിലേറ്റഡ് ഫാക്ടുകൾ കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. 2025 മെയ് മാസത്തില് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉച്ചകോടി ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 2025 അതായത് നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു 5-6 മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രൂ ഔട്ട് നമ്മൾ ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രമാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതും ഈ ഒരു 2025 എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞത് നമ്മൾ കണ്ടത് മാർച്ച് 2025 ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് മെയ് 2025 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സമ്മിറ്റ് നമുക്കറിയാം കറണ്ട് അഫെയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. വെന്യൂസ്, സമ്മിറ്റുകൾ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മുടെ G7 സമ്മിറ്റ്, അതുപോലെ തന്നെ നമ്മളെ ഈ പറയുന്ന ബ്രിക്സിന്റെ സമ്മിറ്റ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സമ്മിറ്റുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന അതല്ലെങ്കിൽ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സമ്മിറ്റുകൾ എന്ന് പറയുന്നതും എന്താണ്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളതൊന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. സോ അത്തരത്തിലുള്ള ഒരു സമ്മിറ്റ് ആണിത്. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്നിട്ടുണ്ടായിരുന്ന സമ്മിറ്റ് അതല്ലെങ്കിൽ ഉച്ചകോടി ഏതായിരുന്നു എന്നുള്ളതാണ്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി ആയിരുന്നു നമ്മുടെ മുംബൈയിൽ 2025 മെയ് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന സമ്മിറ്റ് എന്നുള്ള കാര്യം അവിടെ ഒന്ന്
ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ 2025 റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2025 മാർച്ചിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2025 മാർച്ചില് മ്യാൻമറിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തില് സഹായം നൽകാനുള്ള ഇന്ത്യയുടെ മാനുഷിക ദൗത്യം ഏതായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ഏതായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഓപ്പറേഷൻ ബ്രഹ്മയാണ് അല്ലെ. ഓപ്പറേഷൻ ബ്രഹ്മയാണ് 2025 നിന്ന് തന്നെയുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. സോ ഓപ്പറേഷൻ ബ്രഹ്മയാണ് എന്നുള്ള കാര്യം അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഇത്തരത്തില് എക്സാമുകളോട് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഓരോ ഓപ്പറേഷൻസ്, ഇപ്പൊ നമ്മള് ഈ പറയുന്ന സിന്ദൂർ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇപ്പൊ ദോസ്ത് എന്ന് പറയുന്ന ഓപ്പറേഷൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ കരുണ വരുന്നുണ്ട്, ഓപ്പറേഷൻ വിജയ് വരുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു പോകാനായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 2025 മാർച്ചിൽ മ്യാൻമറിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തില് ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്ന ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആയിരുന്നു ഏത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻ റാഹത്തും മൈത്രിയും ദോസ്തും ഇതിന്റെ ഒപ്പം ഒന്ന് പഠിച്ചു പോവാം. സോ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത് 2015 നിന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതായത് ഓപ്പറേഷൻ റാഹത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ 2015 എന്നുള്ള ഓപ്പറേഷൻ ആണ്. ഇവിടെ നമ്മൾ യമനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. യമനിൽ നടക്കുന്ന വാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഇന്ത്യക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മുന്നേ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓപ്പറേഷൻ മൈത്രി നോക്കുന്ന സമയത്താണെങ്കിൽ 2015 നിന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മൈത്രി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് ഏതാണ്? 2023 നിന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ്. 2023 നമ്മുടെ സിറിയ തുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന എർത്ത് ക്യുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഓപ്പറേഷൻ ബ്രഹ്മ പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ആ ഓപ്ഷൻസിന് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള രീതിക്ക് അത്തരത്തിൽ പഠിച്ചു പോവുക. അപ്പൊ നമ്മളിപ്പോ ഓപ്പറേഷൻ ബ്രഹ്മ പറഞ്ഞ സമയത്ത് റാഹത്ത്, മൈത്രി, ദോസ്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് പഠിച്ചു. ഇതൊക്കെ കുറച്ച് പഴയ ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ 2025 അത്യാവശ്യം ഓപ്പറേഷൻസ് കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള അത്യാവശ്യം ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരുന്ന കൺട്രി ഏതാണ് എന്നുള്ളതാണ്. ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ ആണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പത്രമാധ്യമ സൂചികകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഡെക്സുകൾ, ഇത്തരത്തിലുള്ള ഇൻഡെക്സുകൾ, റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് അഫെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ഏരിയ ആണ്. സോ ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2025 തന്നെ കറണ്ട് അഫെയർസ് ആണ്. ഏതാണ് വരുന്നത്? ഡെൻമാർക്ക് ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ കൂടെ ഒന്ന് ഓർമ്മിച്ചു പോവാം. ഈ ഒരു മാപ്പ് അതല്ലെങ്കിൽ ഈ ഒരു പിക്ചർ നിങ്ങളുടെ ഉള്ളിലോട്ട് ഒന്ന് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെൻമാർക്ക് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയാൻ മാത്രമില്ല, ആദ്യത്തെ 3 പൊസിഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യവും വന്നിട്ടില്ല. 4ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഡെൻമാർക്ക് നിൽക്കുന്നത്. എങ്കിലും ഫസ്റ്റ് പൊസിഷനിൽ ഏത് തന്നെയാണ് വരുന്നത്? ഡെൻമാർക്ക് ആണ് എന്നുള്ള കാര്യം ഒന്ന് അവിടെ ഓർമ്മിച്ച് വെക്കുക. പല കാര്യങ്ങളും ഇപ്പൊ ഈ പറയുന്ന റിന്യൂവബിൾ എനർജി അങ്ങനെയുള്ള പല സ്കെയിലുകളുടെ ബേസിലാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിന്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു 3 പൊസിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലോട്ട് എത്തിയിട്ടുള്ള ഒരു രാജ്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് 4ാമത്തെ പൊസിഷനിലായിട്ട് ആര് നിൽക്കുന്നത്? ഡെൻമാർക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രീൻ വാച്ച് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ഈ പറയുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിന്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ പൊസിഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ ഇൻഡെക്സുകളിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ പറയുന്ന ടോപ്പ് പൊസിഷനിൽ വരുന്ന കൺട്രീസിന്റെ ലിസ്റ്റിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് നിൽക്കുന്നത്. അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇന്ന ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, എത്രാമത് പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റാറുണ്ട്. സോ ഇൻഡെക്സുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആദ്യത്തെ ടോപ്പ് 3 കൺട്രീസ് ഏതൊക്കെയാണ് പ്ലസ് ഇന്ത്യ ഏതാണ്, ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സോ 4ാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്, ഇന്ത്യ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയാണ് വരുന്നത്, 10th പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. റീസെന്റ് നടന്നിട്ടുള്ള 2025 നിന്ന് തന്നെയുള്ള ഒരു കറണ്ട് അഫെയർ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നാസ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് 2025 മാർച്ചിൽ തന്റെ ദൗത്യത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി. ഓക്കെ, അപ്പൊ അവർ എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. റീസെന്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്ന സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ജൂൺ 2025 2025 വിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ ആക്സിയം മിഷനെ കുറിച്ച് കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ആക്സിയം മിഷൻ എന്നാണ് വിക്ഷേപിച്ചത്, 2025 ജൂൺ 25 ആക്സിയം മിഷനെ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശുഭാംശു ശുക്ലയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ആക്സിയം മിഷന്റെ പൈലറ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് രാകേഷ് ശർമ്മക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ സ്പേസിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റീസെന്റ് നടന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ഡിഫൻസുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫെയർസ് എല്ലാം എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ബഹിരാകാശത്ത് സുനിത വില്യംസ് എത്ര ദിവസമാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത്. എത്രയാണ്? 608 ദിവസമാണ്. ഓക്കെ, 608 ദിവസമാണ് അവരുടെ ക്രൂ 9 ISS ക്രൂ 9 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ട് 608 ദിവസമാണ് ബഹിരാകാശത്ത് ആര് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്, സുനിത വില്യംസ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സുനിത വില്യംസ് എന്ന് പറയുന്ന അവരുടെ 3 ദൗത്യങ്ങളിലായിട്ടാണ് 3 ബഹിരാകാശ ദൗത്യങ്ങളിലായിട്ടാണ് 608 ദിവസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ ഈ ഒരു റെക്കോർഡ് അവർക്ക് പോകുന്നത്. എന്നാൽ അതേസമയം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഒരു റെക്കോർഡ് ഇരിക്കുന്നത് US ആസ്ട്രോണറ്റ് ആയിട്ടുള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പെഗ്ഗി വിറ്റ്സൺ ആണ് ആ ഒരു റെക്കോർഡ് ഇരിക്കുന്നത്. അപ്പൊ പെഗ്ഗി വിറ്റ്സൺ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ആക്സിയം മിഷൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ആക്സിയം മിഷനിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഏതെങ്കിലും ഒരു ബഹിരാകാശ പേടകങ്ങളിൽ അത് വിക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ന് വിക്ഷേപിച്ചു, അതുപോലെ തന്നെ വിക്ഷേപണ വാഹനം ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു, അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതില് പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2025 തന്നെ കറണ്ട് അഫെയർ ആണ്. 2025 ഫെബ്രുവരിയിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത് ആരാണ് എന്നുള്ളതാണ്, നമ്മുടെ സെബി. ഓക്കെ, സെബിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. 1988 സെബി എന്താവുന്നത്,
സ്ഥാപിതമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളും ട്രേഡിങ്ങും കാര്യങ്ങളും അതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണ് സെബി എന്ന് നമുക്ക് കാണാൻ പറ്റും. 1988 ഇത് സ്ഥാപിതമാകുന്നത്. സോ നിലവിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 11ാമത് സെബിയുടെ ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത് അത് സെൻട്രലി ഉള്ള അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഓരോ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സ് അതുപോലെ തന്നെ അവിടെയുള്ള ഗവർണർമാര് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് എപ്പോഴും ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന ഏരിയകളാണ്. സോ സെബിയുടെ 11ാമത് ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളത് ആരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ ആണ് എന്നുള്ള കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തുഹിൻ കാന്ത് പാണ്ഡെ ആണ്. ഓക്കെ, 1988 സെബി സ്ഥാപിതമായി. നിങ്ങളുടെ GK പാർട്ടിൽ നിന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കിട്ടാതെ പോവരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2025 ജാനുവരിയില് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകളിൽ മികച്ച സംവിധായകനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറിയത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരി നോമിനേഷന് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആരാണ്? നമ്മുടെ പായൽ കപാഡിയാണ് കേട്ടോ. പായൽ കപാഡിയാണ്. മറ്റൊരു പ്രധാന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇത്തരത്തില് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒരു നോമിനേഷൻ തന്നെ കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് ആര്? പായൽ കപാഡിയ എന്നുള്ള കാര്യം അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? പായൽ കപാഡിയ. അപ്പോൾ ഈ ഒരു അവാർഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ നാമനിർദ്ദേശം മാത്രമാണ് പായൽ കപാഡിയക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആർക്കാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡി കാർബറ്റിനായിരുന്നു കേട്ടോ. ബ്രോഡി കാർബറ്റിനായിരുന്നു. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ബ്രോഡി കാർബറ്റിനായിരുന്നു ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ഓഗസ്റ്റില് തിമോർ ലെസ്റ്റയുടെ ഗ്രാൻഡ് കോളർ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് അല്ലെങ്കിൽ ആ ഒരു ബഹുമതി കിട്ടിയത് ആർക്കാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആർക്കാണ്? ഇപ്പൊ ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ബഹുമതി, സിവിലിയൻ ബഹുമതി ഓരോരുത്തർക്ക് കിട്ടാറുണ്ട്. നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും ആർക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ബഹുമതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിലിയൻ അവാർഡുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളെ കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഏത് രാജ്യത്തിന്റെ ആണ്, എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക? കറന്റ് അഫയേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചു പോവേണ്ട ഏരിയകളാണ്. സോ ഇതാരാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ദ്രൗപദി മുർമു ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണെന്ന് നമ്മുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 2025 നമ്മളൊരു എക്സാമിനോട് അടുക്കുന്ന സമയത്ത് അതിന് മുന്നുള്ള 6 മാസത്തെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മിക്ക ക്വസ്റ്റ്യൻസും എന്ത് തന്നെയായിരുന്നു? 2025 നിന്ന് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇത്തരത്തില് കറണ്ട് അഫെയർസ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങളിലോട്ട് എന്ത് ചെയ്യാം? നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്യുക. ഡെയിലി പോളുകൾ, ഡെയിലി അപ്ഡേറ്റുകൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ അതിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക? ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ നൽകുന്നതായിരിക്കും. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ RRB ഗ്രൂപ്പ് ഡിന്റെ 50 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായൊരു മെന്റർഷിപ്പോട് കൂടിയിട്ട് കൃത്യമായൊരു ഗൈഡൻസോട് കൂടിയിട്ട് 2025 നിങ്ങൾ ഈ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത്. കാരണം ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഡെയിലി ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള
ടെസ്റ്റുകൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം കാര്യങ്ങൾ, PDF നോട്ടുകൾ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കൃത്യമായി ക്ലിയർ ചെയ്യുന്നതിനുള്ള അത്തരത്തിലുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. താങ്ക് യു. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.